ശാരദയാണല്ലേ രാത്രിയിൽ ആരോടും ഒന്നും പറയാതെ വിനീതിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കാവേരിയാണെങ്കിൽ ശാരദ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. അങ്ങനെ ഞെട്ടി ഉണരുന്ന കാവേരിയാണെങ്കിൽ ഗംഗയെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗ കാര്യം തിരക്കുമ്പോൾ കാവേരി പറയണം അമ്മ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട് അമ്മ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ കാവേരി പറയണം അതല്ല ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടു, അമ്മ ഏതോ പാറപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടുക. അങ്ങനെ ഗംഗയ്ക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് വീടിന് പുറത്തൊക്കെ തിരയുന്നുണ്ട്. അവിടെ എങ്ങും ശാരദയെ കാണാതാവുമ്പോൾ രണ്ടാളും കൂടിയിട്ട് തിരഞ്ഞ് സ്നേഹതീരത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് നോക്കുമ്പോൾ ശാരദയാണെങ്കിൽ തളർന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അവിടുത്തെ മുറ്റത്ത്. ശാരദയെ കണ്ട പാടെ രണ്ടാളും കൂടി വന്ന് ശാരദയെ വിളിച്ചുണർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഈ കാണിച്ചത്, ഈ രാത്രി അമ്മ എന്തിനാ ആരോടും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ ഒരല്പം മൗനം പാലിച്ചിട്ട് ശാരദ പറയാണ് ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ വന്നതാ, ശാന്തമായിട്ടൊന്ന് ഉറങ്ങണം, പിന്നീട് ആരോടും ഒന്നും പറയാതെ യാത്ര പോകണമായിരുന്നു. അങ്ങനെ അവർ രണ്ടാളും സംശയത്തോടെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ ശാരദ പറയാണ് അരവിന്ദന് ഉണ്ടായിരുന്നപ്പോൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു അമ്മയായി പോയില്ല ഞാൻ. ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് കന്നിപ്പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. കൂടെ നിങ്ങളെ കൂട്ടാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗംഗ പറയാണ് അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ശാരദയാണെങ്കിൽ ചോദിക്കുകയാണ് ഇപ്പം ഞാൻ ചോദിക്കുക, നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ? നമുക്ക് മൂന്നാൾക്കും അവിടെ നിന്ന് താഴേക്ക് എത്തിച്ചാടാം. പിന്നെ ആരുടെ കുത്തുവാക്കും കേൾക്കണ്ടല്ലോ, ആരുടെ പരിഹാസവും നമുക്ക് കാണണ്ട. അപ്പോൾ ഗംഗ പറയണം നമ്മൾ മൂന്നാളും മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും അവസാനിക്കും അമ്മേ. പിന്നെയുണ്ട് അരവിന്ദൻ്റെ 2 മക്കൾ, അവരെങ്ങനെ ജീവിക്കും? അമ്മ എന്താ അവരെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഈ പരിഹാസങ്ങളെല്ലാം പിന്നീട് അവർ മാത്രം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അവരെ കൂടി കൂട്ടാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ശാരദ പറയണം അയ്യോ മോളെ അത് വേണ്ടാന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാവേരി പറയാണ് അമ്മയുടെ ഈ എടുത്തു ചാട്ടമാണ് എല്ലാത്തിനും കാരണം. അമ്മ ശാന്തമായ മനസ്സോടു കൂടി ഒന്ന് ചിന്തിച്ച് നോക്കേ, അച്ഛൻ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ്റെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അമ്മയ്ക്ക് അറിയുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശാരദ പറയാണ് എനിക്കൊന്നും അറിയില്ല മോളെ, എനിക്ക് പഠിപ്പും വിവരവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് ജയപാലേട്ടനെ എല്ലാം ഏൽപ്പിച്ചാൽ മതിയെന്ന്. എന്നിട്ട് ശാരദ ഗംഗയെ നോക്കിയിട്ട് പറയാണ് നീ പഠിപ്പ് നിർത്തിയപ്പോഴേ അരവിന്ദേട്ടനെ ഒത്തിരി വിഷമിച്ചായിരുന്നു. പെൺകുട്ടികൾക്ക് പഠിത്തം വളരെ വലുതാണെന്ന് അരവിന്ദേട്ടൻ എപ്പോഴും പറയായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് അന്ന് മനസ്സിലായില്ല. ഇന്നിപ്പോൾ അരവിന്ദേട്ടൻ പോയി കഴിഞ്ഞ് ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ പോലും പഠിപ്പിക്കാൻ കഴിയാതെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദയാണെങ്കിൽ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട് അമ്മ അതൊക്കെ ശരിയാവും, അച്ഛനൊഴികെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, പക്ഷെ അതിന് കുറച്ച് സമയം വേണം, അമ്മ ഒന്ന് സമാധാനിക്കുന്നു പറയണം കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ ഗംഗയുടെയും കാവേരിയുടെയും കൈ പിടിച്ചിട്ട് പറയാണ് മക്കളെ നിങ്ങൾ ഒരിക്കലും അമ്മയെ പോലെ പൊട്ടിയായി പോകരുത്, അമ്മയുടെ കഴിവില്ലായ്മയാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, ഞാൻ ഒന്നും അന്വേഷിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് ശാരദയാണെങ്കിൽ മക്കളുടെ അടുത്ത് നിന്ന് വാക്ക് മേടിക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്നെപ്പോലെ ആവരുതെന്ന് പറയാണ്. അങ്ങനെ അവർ ശാരദയെ സമാധാനിപ്പിച്ചിട്ട് ശാരദയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാണേ.